പ്രഭാതവന്ദനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഞങ്ങളിൽ സമൃദ്ധമായുണ്ടാകട്ടെ. ഈ മനോഹരമായ പ്രഭാതത്തിൽ ഒരു നിമിഷം മിഴിപൂട്ടി നിങ്ങളുടെ ഹൃദയാന്തരാഴങ്ങളിലേക്കൊന്ന് നോക്കി. എങ്ങനെയുണ്ട് നിങ്ങളുള്ള? സുന്ദരമാണോ? ശുദ്ധമാണോ? ഓരോ ഹൃദയവും ഓരോ ഭവനം പോലെയാണ്. മനുഷ്യർ വസിക്കുന്ന ഇടമാണ് ഓരോ ഭവനവും. ഒരു മനുഷ്യൻ്റെ സ്വഭാവം അവൻ വസിക്കുന്ന പരിസരത്തെയും ബാധിക്കുമെന്ന്. ക്രമം തെറ്റിയ ജീവിതം നയിക്കുന്ന മനുഷ്യൻ, അവൻ്റെ ഭവനം എങ്ങനെയായിരിക്കും? മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ക്രമം തെറ്റിക്കിടക്കുന്ന ഗൃഹോപകരണങ്ങൾ, അലക്ഷ്യമായി കിടക്കുന്ന പുസ്തകങ്ങൾ, മലിമസമായ പരിസരങ്ങൾ, ഇതൊക്കെ അവൻ്റെ ഭവനത്തെ ആവാസയോഗ്യരഹിതമായൊരിടമാക്കി മാറ്റും. ചിലപ്പോൾ ഈ ഭവനം പോലെ നമ്മുടെ ഹൃദയവും അശുദ്ധമാകാൻ ഇടയുണ്ടെന്നേ. ഒരുപാട് ദുസ്വഭാവമുള്ളൊരു മനുഷ്യൻ്റെ ഹൃദയം എങ്ങനെയാ? ദുശ്ചിന്തകളുടെ മലിനതകൾ, കോപം, വെറുപ്പ്, അഹങ്കാരം, അസൂയ, ഇതൊക്കെ അവൻ്റെ ഹൃദയത്തെ ദുർഗന്ധം വമിക്കുന്നൊരു ഇടമാക്കി മാറ്റും. തകർന്ന സ്വപ്നങ്ങൾ, ഇന്നലെയിലെ മുറിവുകൾ, അതൊക്കെ അവൻ്റെ ഹൃദയത്തിൻ്റെ മോശം അവസ്ഥയുടെ പ്രതീകമാണെന്നേ. ഒരു ഭവനം ശുദ്ധീകരിക്കുന്നത് പോലെ ഈ നല്ല പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് നവീകരിക്കണ്ടേ, ശുദ്ധീകരിക്കണ്ടേ, പരിപാവനമാക്കണ്ടേ? തീർച്ചയായും മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു ഭവനം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ആ ഭവനത്തിൽ ആദ്യം വസിച്ചത് ഒരു അശുദ്ധാത്മാവാണ്. അശുദ്ധാത്മാവ് വസിച്ചത് കൊണ്ട് അശുദ്ധമായൊരിടമായി ആ ഭവനം മാറി. എന്നാൽ യേശുവിൻ്റെ ഈ സാരോപദേശ കഥയിൽ നാം വായിക്കുന്നു, പെട്ടെന്നൊരു ദിവസം ഈ അശുദ്ധാത്മാവ് ഭവനം വിട്ട് ആശ്വാസം തേടി പുറത്തു പോയെന്ന്. അപ്പോൾ തീർച്ചയായും ആ ഭവനത്തിൻ്റെ ഉടമ അടിച്ചുവാരി ആ ഭവനത്തെ സജ്ജീകരിച്ചുവെന്ന വചനം പറയുന്നത്. ചിലപ്പോൾ ഒരു ആത്മീയ നിറവ് സംഭവിച്ചു കഴിയുമ്പോൾ, ചില ദൈവിക ഇടപെടലുകൾക്ക് ശേഷം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ചില ദുർചിന്തകൾ ഇറങ്ങിപ്പോകും. അനുതാപ മനോഭാവത്തോടെ ഒന്ന് കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഹൃദയം പതിയെ പതിയെ ക്രമപ്പെടും, ശുദ്ധീകരിക്കപ്പെടും. ചില നല്ല നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. അങ്ങനെയും ഹൃദയം ശുദ്ധമാകാം. എന്നാൽ ആ സാരോപദേശ കഥയിൽ പിന്നീട് എന്തു സംഭവിച്ചു? സുവിശേഷം പറയുന്നു, ആശ്വാസം തേടിപ്പോയ ആ ശുദ്ധാത്മാവ് മറ്റെവിടെയും ആശ്വാസം കണ്ടെത്തിയില്ല. തിരികെ വന്നു. അപ്പോൾ കാണുകയാ, താൻ വസിച്ച ഭവനം അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും യശുദാത്മാവ് മടങ്ങിപ്പോയി
തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളുമായിട്ട് മടങ്ങി വരികയാണ്. അതിൽ വാസമുറപ്പിക്കുകയാണ്. അങ്ങനെ ആ ഭവനം ആദ്യത്തേക്കാൾ മോശമായെന്നേ ഈ ഉപമ പറഞ്ഞതിന് ശേഷം യേശു കൂട്ടിച്ചേർക്കുന്നൊരു താക്കീത് കൂടിയുണ്ട്. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇതുപോലെ സംഭവിക്കുമെന്ന്. എന്തൊരു കഷ്ടം അവസ്ഥയാണല്ലേ. ഈ സാരോപദേശ കഥയിൽ 4 സത്യങ്ങളുണ്ടെന്നേ. അടിച്ചുവാരി ക്രമപ്പെടുത്തിയ ഭവനത്തിലാണ് ഈ ദുരന്തം സംഭവിച്ചത്. അതൊന്നാമത്തെ സത്യം. അശുദ്ധാത്മാവ് ആ വീട് വിട്ടു പോയെങ്കിലും വീണ്ടും മടങ്ങി വന്നു. അത് രണ്ടാമത്തെ സത്യം. മടങ്ങി വന്ന ആ ദുരാത്മാവ് വീണ്ടും തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളുമായി മടങ്ങി വീണ്ടും വന്നു. അങ്ങനെ അതിൻ്റെ അവസ്ഥ ആദ്യത്തേക്കാൾ മോശമായത് മൂന്നാമത്തെ സത്യം. ഒടുവിൽ 4-മതായി യേശു പറയുന്നൊരു താക്കീത. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. സത്യമില്ലേ? ഒന്നോർത്താൽ ക്രമീകരിച്ച് സജ്ജീകരിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന മനുഷ്യരായിരിക്കാം നമ്മൾ. അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെക്കുറെ മറ്റുള്ളവരെക്കാൾ നല്ലൊരു ജീവിതം നയിക്കുന്നുണ്ട്. അഭിമാനിക്കാൻ വരട്ടെ. ഒരുപാട് ജാഗ്രതയില്ല എങ്കിൽ, അല്പം അശ്രദ്ധ വന്നാൽ നമ്മുടെ ജീവിതം വീണ്ടും വീണ്ടും തകർന്നു പോകാൻ ഒരുപാട് സാധ്യതയുണ്ടെന്നേ. ഓർക്കണം, അടിച്ചുവാരി ക്രമപ്പെടുത്തി സജ്ജീകരിച്ച ആ ഭവനത്തിലാണ് ഈ ദുരന്തമുണ്ടായത്. ഒരുപക്ഷെ മോശം ജീവിതം നയിക്കുന്ന, ക്രമം തെറ്റി ജീവിക്കുന്ന, നിയമങ്ങൾ ലംഘിക്കുന്ന മനുഷ്യരെക്കാളേറെ പിശാച് പിടികൂടാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധിയിലും നന്മയിലും വിശ്വാസത്തിലും ജീവിക്കുന്ന നല്ല മനുഷ്യരിലാണ്. കാരണം ഒരു നീതിമാന്റെ ഇടർച്ച അനേകരുടെ വീഴ്ചയ്ക്ക് കാരണമായി മാറുമെന്ന്. അതിനാൽ നാം സൂക്ഷിക്കണമെന്ന ആദ്യത്തെ സത്യം. ഓർക്കണം, ആശുദ്ധാത്മാവ് വീട് വിട്ട് പോയെങ്കിലും, ആശ്വാസം തേടി വരണ്ട ഭൂമിയിൽ അലഞ്ഞെങ്കിലും തിരികെ വന്നു, വീണ്ടും വന്നു. ഇത് രണ്ടാമത്തെ ഒരു സത്യമാണെന്നേ. ചില ആത്മീയ നിറവിൽ ഒരു ഹൃദയശുദ്ധിയൊക്കെ നമുക്ക് സംഭവിക്കും. ചില ദുർവാസന നമ്മളിന്ന് അകന്നു പോകും. എന്നാൽ ശ്രദ്ധയില്ലെങ്കിൽ പോയ ബലഹീനതകളൊക്കെ വീണ്ടും തിരികെ വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നാം മാനസാന്തരം എന്ന് വിളിക്കുന്നത് ഒരു താൽക്കാലിക പരിവർത്തനം മാത്രമല്ലേ? ശാശ്വതമായ നവീകരണമാണ് യഥാർത്ഥ വിശുദ്ധി. നമ്മൾ ആ വിശുദ്ധിയുടെ ഉന്നതയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? ഇല്ല എന്നതാ ഏറ്റവും വേദനിപ്പിക്കുന്നൊരു സങ്കടം. ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു നാം. പക്ഷേ എത്ര നാൾ നാം അത് പാലിച്ചു? ഒരു ബൈബിൾ ക്ലാസ് പങ്കെടുത്തതിന് ശേഷം നമ്മൾ തീരുമാനിക്കുക, ഇനി ബൈബിൾ മുഴുവനും വായിച്ച് ധ്യാനിച്ച് തീർക്കും. വായന തുടർന്നു. എല്ലാ ദിവസവും ഒരധ്യായം വെച്ച് വായിക്കാമെന്ന് നാം നിശ്ചയിച്ചു. 1-2 ആഴ്ച വായിക്കും. പിന്നെ
അധ്യായം എന്നതൊരു പാരഗ്രാഫായിട്ട് കുറയും. പിന്നെ തിരക്ക് കൂടുമ്പോൾ വായന തീർന്നു പോകും. അതെ, മുഴുവനും ബൈബിൾ വായിക്കാമെന്നെടുത്ത പ്രതിജ്ഞ എവിടെ പോയി? ഒരു ധ്യാനം കൂടിയതിന് ശേഷം നാം വീണ്ടും തീരുമാനിക്കും, ഇനി മുടക്കമില്ലാതെ അനുദിന കുർബാനയിൽ പങ്കെടുക്കുമെന്ന്. തീഷ്ണതയോടെ ഓരോ പ്രഭാതത്തിലും ഒരു 5 മിനിറ്റ് നേരെ നാം വരും ദേവാലയത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കാൻ. കുറച്ച് നാൾ കഴിയും, ആഴ്ചകൾ കഴിയും, മാസങ്ങളാകും. പതിയെ നമ്മളൽപ്പം വൈകി വന്നു തുടങ്ങും. പിന്നെ ഒരല്പം ക്ഷീണം വന്നാൽ, അല്പം മടി വന്നാൽ നമുക്ക് കുർബാന വൈകിട്ട് പങ്കെടുക്കാമെന്ന് ചിന്തിക്കും. കുറച്ച് നാൾ കഴിഞ്ഞാൽ അതും മുടങ്ങും. അതെ, എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാമെന്ന് നാം എടുത്ത തീരുമാനം എവിടെ പോയി? നല്ലൊരു കരിസ്മാറ്റിക് ധ്യാനത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ നിശ്ചയിക്കുകയാണ്, ഇനി മദ്യപിക്കില്ല. ആ തീരുമാനത്തോടെ അവൻ ഭവനത്തിൽ വരും. കൂട്ടുകാർ പ്രലോഭിക്കും, പക്ഷേ വീഴില്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി അവൻ മുന്നോട്ട് പോകും. എന്നാൽ ഒരു ചെറിയ കൂട്ടായ്മയിൽ വീണ്ടും കൂട്ടുകാർ പറയും, ഒരു പെഗ് കഴിച്ചാൽ മതി, ഇതൊന്നും നിന്റെ വിശുദ്ധിയെ ബാധിക്കില്ല. പതിയവൻ അത് കഴിക്കുന്നു, പതിയെ പതിയെ വീണ്ടും കുടിക്കുന്നു. അങ്ങനെ അവനെടുത്ത ഇനി മദ്യപിക്കില്ലെന്ന പ്രതിജ്ഞ എവിടെ പോയി? ഇനി മൊബൈലിൽ അധികം സമയം ചെലവഴിക്കില്ലെന്ന് തീരുമാനിച്ചൊരു ചെറുപ്പക്കാരൻ, നല്ലതിനും പുണ്യത്തിന് വേണ്ടി മാത്രം ഈ മൊബൈൽ ഉപയോഗിക്കുമെന്ന് നിശ്ചയിച്ചൊരു ചെറുപ്പക്കാരൻ. ആദ്യം കുറച്ചുനാൾ അങ്ങനെ തന്നെ പാലിക്കുന്നുണ്ടാകാം. എന്നാൽ എത്ര നാൾ ആ നല്ല തീരുമാനം അവന് മുന്നോട്ട് കൊണ്ടുപോകാനാകും? പതിയെ പതിയെ അവൻ വീണ്ടും പഴയ തിന്മകളിലേക്ക്, മോഹങ്ങളിലേക്ക്, ദൃശ്യസുഖങ്ങളിലേക്ക് മൊബൈലിലൂടെ കടന്നു പോകും. അതെ, പല നല്ല തീരുമാനങ്ങൾക്കും അല്പായുസ്സാണെന്നേ. പിശാച് ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോയെങ്കിലും തിരികെ വീണ്ടും വന്നുവെന്നേ. അതാ സങ്കടപ്പെടുത്തുന്ന രണ്ടാമത്തെ സത്യം. മൂന്നാമത്, ആ ഭവനം അടിച്ചുവാരി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ട് അശുദ്ധാത്മാവ് പോയി തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളുമായിട്ട് തിരികെ വന്ന് വാസമർപ്പിച്ചുവെന്ന്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ആദ്യത്തെക്കാൾ മോശമായത്. ഒരുപാട് മനുഷ്യർക്ക് ഒടുവിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ മൂന്നാമത്തെ സത്യമാണിതെന്ന്. പാപം ചെയ്യുമ്പോൾ നമ്മൾ അനുതപിക്കും, കുമ്പസാരിക്കും, വീണ്ടും അതേ പാപത്തിലേക്ക് പോകും. വീണ്ടും വീണ്ടും ഈ ബലഹീനതയിലേക്ക് വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ അവൻ ചിന്തിക്കും, കുമ്പസാരിച്ചാലും വീണ്ടും ഇത് ചെയ്യുന്നില്ലേ, പിന്നെ എന്തിനാണ് ഈ കുമ്പസാരം? അങ്ങനെ അനുദിനം ഈ ഇടർച്ചയിലേക്ക് വീണ് വീണ് ആ ദുർബലത അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറും. പിന്നെ കുറ്റബോധമുണ്ടാകില്ല, മനസ്താപബോധമുണ്ടാകില്ല. എന്നേക്കുമായിട്ട് അവൻ തിന്മയുടെ അടിമയായിട്ട് മാറും. ആദ്യത്തേക്കാൾ മോശം അവസ്ഥയിലേക്ക് പോകുന്ന ഒരുപാട് മനുഷ്യരെ നാം കണ്ടിട്ടില്ലേ? തീർന്നില്ല, നാലാമത്തെ ഒരു സങ്കട സത്യം കൂടിയുണ്ട്. അത് യേശു പറഞ്ഞൊരു താക്കീത. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇതുപോലെ സംഭവിക്കുമെന്ന്. അന്ന് അവനെ ശ്രവിച്ചിരുന്ന ജനത്തോട് മാത്രമല്ല,
എല്ലാ തലമുറയും നോക്കിയിട്ട് യേശു പറഞ്ഞ വാക്കാണിത്. അതിൽ ഞാൻ പെടും, നിങ്ങളും പെടും, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും പെടും. ഹൃദയത്തെ നാം ശുദ്ധീകരിക്കണം, നവീകരിക്കണം. എന്നാൽ പോയ ബലഹീനതകൾ വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്നേ. വീണ്ടും ഹൃദയം അശുദ്ധമാകാൻ സാധ്യതയുണ്ടെന്നേ. ഒരുപക്ഷെ ആദ്യത്തെക്കാൾ മോശം അവസ്ഥയിലേക്ക് ഹൃദയം തകർന്ന് തരിപ്പടമാകാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഒരേ ഒരു കാരണം, ഹൃദയം ആ മനുഷ്യൻ ശുദ്ധീകരിച്ചു, പക്ഷേ ആ ഹൃദയം ശൂന്യമായിരുന്നു. അതാണ് തെറ്റ്. അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയപ്പോൾ ആ മനുഷ്യൻ ആ ഭവനത്തെ ക്രമീകരിച്ചു, സജ്ജീകരിച്ചു, അടിച്ചുവാരി വൃത്തിയാക്കി. പക്ഷേ ആ ഭവനത്തിൽ ആരും വസിച്ചില്ല, ശൂന്യമായിരുന്നു. അതുകൊണ്ടാണ് അശുദ്ധാത്മാവ് മടങ്ങി വന്നതും തന്നേക്കാൾ ദുഷ്ടരായവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. എല്ലാ ആത്മീയ നവീകരണങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു അപരാധമാണിത്. നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കും, പക്ഷേ ആ ഹൃദയത്തെ ശൂന്യമാക്കി വെക്കും. ഇറ്റ് വാസ് ക്ലീൻ, ബട്ട് ഇറ്റ് വാസ് ഓൾസോ എംപ്റ്റി. ഹൃദയത്തിന് അധിക നാൾ ശൂന്യമായിരിക്കാനാകില്ലെന്നേ. എന്തെങ്കിലുമൊക്കെ അതിലേക്ക് കടന്നു വരും. അപ്പോൾ ഈ ലോകത്തിൻ്റെ മോഹവലയങ്ങളെ പ്രതിരോധി നിർത്താൻ നമ്മുടെ ഹൃദയത്തിൽ നാം നിറയ്ക്കേണ്ടത് ആരെയാ, എന്തിനെയാ എന്നതാണ് പരമമായ ചോദ്യം. ഹൃദയത്തെ നാം ക്രിസ്തുവിനെ കൊണ്ട് നിറക്കണം. അവൻ നിറഞ്ഞു കഴിയുമ്പോൾ ഹൃദയം നന്മയുടെ വിളനിലമായിട്ട് മാറും. പലപ്പോഴും നമ്മൾ ഒരു മനസ്താപ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും പാപത്തെ ശുദ്ധീകരിക്കും, എന്നാൽ പകരമായിട്ട് നന്മയെ ശേഖരിക്കില്ല. അശുദ്ധിയെ നാം ഒഴിവാക്കും, എന്നാൽ പരമപരിശുദ്ധനായ ക്രിസ്തുവിനെ കൊണ്ടുവരില്ല. അതാണ് അപരാധം. ഈ പ്രഭാതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ച് അതിലേക്ക് ക്രിസ്തുവിനെ ഒന്ന് ക്ഷണിക്കൂ. അവനാകട്ടെ നിന്റെ ഹൃദയത്തിൻ്റെ ഉടമ. അവനതിൽ താമസിച്ച് കഴിയുമ്പോൾ പിന്നെ ഈ ലോകത്തിൽ ഒരു പ്രലോഭനത്തിനും നിന്റെ ഹൃദയത്തെ കീഴടക്കാനാകില്ലെന്നേ. ഓർക്കുകയാ പത്രോസ്. ഒരു രാത്രിയിൽ അവൻ തിബേരിയസ് കടലിൽ വല വീശുന്നുണ്ട്. വലയിൽ ഒന്നും കുടുങ്ങുന്നില്ല, ഒരു മത്സ്യത്തരി പോലും. അതിൻ്റെ അർത്ഥം അവൻ്റെ വലയും അവൻ്റെ വഞ്ചിയും ആ രാത്രി മുഴുവനും ശൂന്യമായിരുന്നു. ഒടുവിൽ ക്ഷീണിതനായി അവൻ പ്രഭാതത്തെ തീരത്തേക്ക് വരികയാണ്. വന്നവൻ ചെയ്യുന്ന ആദ്യ കാര്യം എന്താ? വചനം പറയുന്നത് അവൻ വല കഴുകിയെന്ന, വഞ്ചി ശുചീകരിച്ചുവെന്ന. അപ്പോൾ അവൻ്റെ വഞ്ചി ശൂന്യവും ശുദ്ധവുമായി. പിന്നീട് എന്ത് സംഭവിച്ചു? ക്രിസ്തു ആ പ്രഭാതത്തിൽ ആ തീരത്ത് വന്നു. അവൻ്റെ വഞ്ചിയിൽ ശുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട്, അത് ശൂന്യമായതുകൊണ്ട് യേശു അവനോട് പറയുക, എനിക്കിരിക്കാൻ ഒരിടം തരോ എന്ന്. സ്നേഹത്തോടെ പത്രോസ് വഞ്ചിയിൽ ഇടം കൊടുക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് യേശു വചനം പ്രഘോഷിക്കുകയാണ്.
ആ വചനം കേട്ടുകൊണ്ട് പത്രോസ് ആ വഞ്ചിയിൽ തന്നെ ഉണ്ടാകും. പിന്നീട് യേശു പറഞ്ഞു, നീ ആഴത്തിൽ വല വീശ. വചനം കേൾക്കുക മാത്രമല്ല, അവൻ പറഞ്ഞത് പത്രോസ് അനുസരിക്കുകയും കൂടി ചെയ്തു. പിന്നെ മത്സ്യങ്ങളുടെ സമൃദ്ധിയാണ്. അവൻ്റെ വഞ്ചിയും കൂട്ടുകാരുടെ വഞ്ചിയും നിറയത്തക്ക വിധത്തിൽ മത്സ്യങ്ങളുടെ സമൃദ്ധി. ചിലപ്പോൾ നമ്മൾ ഈ പത്രോസിനെ പോലെയാണെന്നേ. നമ്മുടെ ഹൃദയമെന്ന വഞ്ചിയും ശൂന്യമാകണം, ശുദ്ധമാകണം. എന്നിട്ട് ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഈ ജീവിത തീരത്ത് കാത്തിരിക്കണം. അവിടുന്ന് നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നേ. അവനായി വാതിലുകളൊന്ന് തുറന്നു കൊടുക്കുക. അവൻ പ്രവേശിക്കട്ടെ. അവൻ നിന്റെ ഹൃദയത്തിൽ വന്ന് നിന്നിരിക്കട്ടെ. അവൻ നിന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന വചനങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ ശീലിക്കുക. അവൻ്റെ കൽപ്പനകൾ ഒന്ന് പാലിക്കാൻ ശീലിക്കുക. പത്രോസ് കേട്ടതുപോലെ, പത്രോസ് പാലിച്ചതുപോലെ നമ്മളുള്ളിലുള്ള ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിക്കാൻ തയ്യാറായാൽ പിന്നെ നന്മകളുടെ സമൃദ്ധിയാണ്. ഓർക്കണം, മറ്റൊരു സ്ത്രീ, അത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്. അവൾക്ക് വിലപ്പെട്ട ഒരു നാണയം കൈവിട്ടു പോകുന്നുണ്ട് അവളുടെ ഭവനത്തിൽ. അവൾ എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ചു. എന്നിട്ട് ആ ഭവനവും അടിച്ചു വാരി ശുദ്ധീകരിക്കുക. അപ്പോൾ നഷ്ടപ്പെട്ട ആ നാണയം തിരികെ കിട്ടി. ഈ സ്ത്രീയെപ്പോലെ ഓർക്കുക, ഏതോ ഒരു അശ്രദ്ധയുടെ നിമിഷം നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവെന്ന പൊന്നാണയം കൈവിട്ടു പോയിരിക്കുക. നമ്മളവനെ കണ്ടെത്തണ്ടേ? ആത്മീയതയുടെ വെട്ടത്തിൽ ഈ പ്രഭാതത്തിൽ അനുതാപത്തോടെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കുക. തീർച്ചയായും കൈവിട്ടുപോയ ക്രിസ്തുവിനെ നമുക്ക് തിരികെ കിട്ടും. അവൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ദുശക്തിക്ക് നമ്മുടെ ഹൃദയത്തെ കീഴടക്കാനാകില്ലെന്നേ. നമ്മുടെ ദുർവാസനകൾ അകന്നു പോയിട്ടുണ്ടാകാം. കുറച്ചു നേരം കഴിയുമ്പോൾ അശുദ്ധാത്മാവ് മടങ്ങി വന്നതുപോലെ തിരികെ വന്നേക്കാം. ഹൃദയമെന്ന വാതിൽ തുറക്കുമ്പോൾ അവൻ കാണും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ, അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ നന്മയെ. ഉള്ളിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുമ്പോൾ ഏതശുദ്ധിക്കാണ് നമ്മുടെ ഹൃദയത്തെ കീഴടക്കാനാകുക? നിരാശയോടെ എന്നേക്കുമായിട്ട് ആ ദുർവാസനകളൊക്കെ അകന്നു പോകുമെന്നേ. ആകയാൽ നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. യേശുനാഥ, എൻ്റെ ഹൃദയം ഇപ്പോൾ ശൂന്യമാ, ശുദ്ധവുമാ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വാ. എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായി നീ വസിക്ക്. ഇന്നു മുതൽ നിനക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അപ്പോൾ എൻ്റെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതമായിട്ട് മാറും. ആകയാൽ പ്രിയ സ്നേഹിതരെ, ഈ പ്രഭാതം നിങ്ങളുടെ ഹൃദയശുദ്ധിയുടെ പ്രഭാതമാക്കി മാറ്റുക. ആ ശുദ്ധതയിലേക്ക്, ആ ശൂന്യതയിലേക്ക് ക്രിസ്തു കടന്നു വരട്ടെ. സ്തുതിയായിരിക്കട്ടെ.